ഹരിയാനയിൽ പഠിക്കുന്ന ഏതാനും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലിലുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു കാര്യമല്ല ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ സപ്പോർട്ടും ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ആ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പാകിസ്ഥാൻ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് കയറി വരുന്നുണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ. പാകിസ്ഥാനും ISIയും എപ്പോഴും ജെയ്ഷിനെയാണ് ഉപയോഗിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹാഫിസ് സെയ്ദുമായി ഈ പറയുന്ന കശ്മീരി ഡോക്ടർമാർക്കുള്ള ബന്ധം ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ലക്നൗകാരിയായിട്ടുള്ള വനിതാ ഡോക്ടറിന് ഈ ഹാഫിസ് സെയ്ദിൻ്റെ കുടുംബവുമായിട്ടും അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനുണ്ട്. പക്ഷേ പാകിസ്ഥാൻ മാത്രമാണോ? പാകിസ്ഥാൻ മാത്രമല്ല, ഖത്തറും തുർക്കിയും ഇതിൻ്റെ പിന്നിലുണ്ട്. ഖത്തറിൽ നിന്ന് ഈ പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിൻ്റെയും മറ്റും രൂപത്തിൽ പണം ലഭിച്ചിരുന്നതായിട്ടും ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൺഫേം ചെയ്ത ശേഷം, ഉറപ്പിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അവർ പുറത്തുവിടും. ഇതൊരു ചെറിയ നെറ്റ്വർക്കല്ല. പ്രാദേശികമായി ഇവർക്ക് വലിയ സപ്പോർട്ടിൽ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും അസംസ്കൃത വസ്തുക്കളും ബോംബുണ്ടാക്കാനുള്ള സാമഗ്രികൾ, ഡെറ്റോനേറ്റേഴ്സ്, റൈഫിള്, AK-56 വരെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കശ്മീരിൽ നിന്ന് എന്തായാലും ഇവരിത് കൊണ്ടുവരില്ല. ഇവർക്ക് തീർച്ചയായിട്ടും ലോക്കലായിട്ട് തന്നെ ഇത് കിട്ടിയതാണ്. ലോക്കലായിട്ട് ഇവരൊരു വീട് വാടകയ്ക്കെടുത്താണ് ഇത്രയും ആയുധങ്ങളും അതേപോലെ അസംസ്കൃത വസ്തുക്കൾ, ബോംബുണ്ടാക്കാനുള്ള സാമഗ്രികളും ഇവർ സംഭരിച്ചത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇവർക്ക് ലോക്കൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ വിദേശ സപ്പോർട്ടും ഉണ്ട്, ഇവർക്ക് ലോക്കൽ സപ്പോർട്ടും ഉണ്ട്.